വാബിന്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസിന്റെ ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, പോയി കാണുക. ഇന്ന് നമ്മൾ അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മെറ്റലർജിയെ പറ്റിയാണ് പഠിച്ചത് അല്ലേ? മെറ്റലർജിയുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റേജസ് പറഞ്ഞു. ഏതൊക്കെയാണ്? 3 മെയിൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റേജസ്. ഫസ്റ്റ് വൺ ഏതൊക്കെയാണ്? കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ. സെക്കൻഡ് വൺ ഏതാണ്? എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. തേർഡ് വൺ ഈസ് റിഫൈനിങ് ഓഫ് ദ മെറ്റൽ. 3 ഇമ്പോർട്ടൻറ്റ് സ്റ്റേജസിലെ ഫസ്റ്റ് സ്റ്റേജ് ആയ കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ ആണ് നമ്മൾ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെറ്റലർജിയുടെ ഫസ്റ്റ് സ്റ്റേജ് ഏതാണ്? Concentration of the ore. എടാ, നമ്മളെല്ലാവരും പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് അല്ലേ? ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കളഞ്ഞിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻ കേസ് നമ്മൾ ബീച്ചിൽ പോകുന്നു, ശംഖ് പോലത്തെ ഐറ്റംസ് കിട്ടുകയാണ്, നമ്മൾ ആദ്യം എന്ത് ചെയ്യും? അതെടുക്കുന്നു. അതെടുത്തിട്ട് എന്ത് ചെയ്യാറുണ്ട്? വീട്ടിൽ കൊണ്ടുപോകുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കാറില്ലേ? അതേ ടെക്നിക്കാണ് നമ്മുടെ ഏത് മെത്തേഡില്? കോൺസെൻട്രേഷൻ ഓഫ് ദ ഓറിൽ. നമ്മൾ എർത്ത് ക്രസ്റ്റിൽ നിന്ന് എടുക്കുന്ന ഓറിൽ ഒരുപാട് എന്ത് കാണും? ഇമ്പ്യൂരിറ്റീസ് കാണും. ആ ഇമ്പ്യൂരിറ്റീസിനെ ജസ്റ്റ് ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്തെടുക്കുന്ന പ്രോസസ് ആണ് ഏത്? കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ. നമ്മുടെ ഇമ്പ്യൂരിറ്റീസിനെ വിളിക്കുന്ന പേരെന്തെന്നറിയോ? ഗ്യാങ് എന്നാണ് ഇമ്പ്യൂരിറ്റീസിനെ ജനറൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? വിളിക്കാറുള്ളത്. ഇനി നമ്മുടെ ഈ മെറ്റലിൽ അല്ലെങ്കിൽ നമ്മുടെ ഓറിന്റെ സ്വഭാവം അനുസരിച്ചും അതിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസിന്റെ സ്വഭാവം അനുസരിച്ചും പല മെത്തേഡ്സ് ഉണ്ട് കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ സെലക്ട് ചെയ്തെടുക്കാൻ. മെയിൻ ആയിട്ട് ഫസ്റ്റ് മെത്തേഡ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ലെവിഗേഷൻ. ഫസ്റ്റ് മെത്തേഡ് ഏതാണടാ? ലെവിഗേഷൻ. ലെവിഗേഷന് വേറൊരു പേരുണ്ട്, ഓൾസോ നോൺ ആസ് ഹൈഡ്രോളിക് വാഷിംഗ്. ഇവിടെ ലെവിഗേഷൻ പേര് എഴുതുമ്പോൾ തന്നെ അറിയാം, ഹൈഡ്രോളിക് വാഷിംഗ്. എന്തുകൊണ്ട് വാഷ് ചെയ്യണം? വാട്ടറിന്റെ പ്രസൻസിൽ വാഷ് ചെയ്യുന്ന ടെക്നിക്കാണ് ഹൈഡ്രോളിക് വാഷിംഗ്. ഫോർ എക്സാമ്പിൾ ഓർക്കാൻ നമുക്ക് ഓർക്കാം. നോക്കിയോക്ക്, ലെവിഗേഷന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? എൽ അല്ലേ? അതുപോലെ ഞാൻ 3 L ഇവിടെ എഴുതുകയാണ്. ഫസ്റ്റ് L ഫോർ എന്താണ്? ലെവിഗേഷൻ. സെക്കൻഡ് ലൈറ്റർ. ഈ എല്ലിന് ഐ ആക്കിക്കൂടെ? അപ്പൊ ഫസ്റ്റ് 3 L എഴുതുക. ഫസ്റ്റ് സ്റ്റെപ്പ് L ഫോർ ലെവിഗേഷൻ, സെക്കൻഡ് L എന്താണ്? ലൈറ്റർ. ഇനി നെക്സ്റ്റ് ഈ എല്ലിന് എന്താക്കി മാറ്റാം? ഐ ഫോർ ഇമ്പ്യൂരിറ്റീസ്. ലെവിഗേഷനിൽ നമ്മുടെ ഇമ്പ്യൂരിറ്റീസ് എങ്ങനെയായിരിക്കും? ലൈറ്റർ ആയിരിക്കും. എന്നാൽ ഓർ പാർട്ടിക്കിൾസ് എന്തായിരിക്കും? ഹെവിയർ ആയിരിക്കും. അത്രയും നമ്മുടെ ഈ ടെക്നിക്കിൽ ഓർക്കാനുള്ളൂ. നമ്മുടെ ലെവിഗേഷനിൽ ഇമ്പ്യൂരിറ്റീസ് ലൈറ്ററും ഓർ പാർട്ടിക്കിൾസ് ഹെവിയറും ആണെങ്കിൽ നമ്മൾ ഏത് മെത്തേഡ് സെലക്ട് ചെയ്യണം? ലെവിഗേഷൻ, ഓൾസോ നോൺ ആസ് ഹൈഡ്രോളിക് വാഷിംഗ്. വാഷിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ. വാട്ടറിന്റെ പ്രസൻസിൽ വാഷ് ചെയ്യണ മെത്തേഡാണ് ഏത് മെത്തേഡ്? ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ്. ഓർക്കേണ്ട 3 ലെറ്റേഴ്സ്. എല്ലിലെ ലെവിഗേഷൻ ഓർക്കൂലേ? എൽ ഫോർ ലൈറ്റർ. ആ എല്ലിനെ എന്താക്കി മാറ്റാം? ഐ ആക്കി മാറ്റുമ്പോൾ ഇമ്പ്യൂരിറ്റീസ് കിട്ടും. നമ്മുടെ കയ്യിലുള്ള ഓറില് ഇമ്പ്യൂരിറ്റീസ് ലൈറ്ററും ഓർ പാർട്ടിക്കിൾസ് ഹെവിയർ ആണെങ്കിൽ ഏത് മെത്തേഡ് സെലക്ട് ചെയ്യാം? ലെവിഗേഷൻ. ഫോർ എക്സാമ്പിൾ ഇത് നമ്മൾ അഡോപ്റ്റ് ചെയ്യണ ആർക്കെന്ന് അറിയാമോ? ഓക്സൈഡ്സിന് നമ്മൾ ഏത് മെത്തേഡാണ് സെലക്ട് ചെയ്യുന്നത്? ലെവിഗേഷൻ. അല്ലെങ്കിൽ ഓർസ് ഓഫ് ഗോൾഡ്, ഗോൾഡിന്റെ ഓർ ആണെങ്കിൽ നമ്മൾ ഏത് മെത്തേഡ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്? ലെവിഗേഷൻ. അപ്പൊ എപ്പോഴും എക്സാമിന് ചോദിക്കും, ലൈറ്റർ ഇമ്പ്യൂരിറ്റീസ് ആണെങ്കിൽ ഏത് മെത്തേഡ് സെലക്ട് ചെയ്യും? ലൈറ്റർ ഇമ്പ്യൂരിറ്റീസ് എന്നാൽ എന്തായിരിക്കും? ലെവിഗേഷൻ. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഈ ഫ്രോത്ത് ഫ്ലോട്ടേഷനിൽ നമ്മൾ ലെവിഗേഷൻ പഠിച്ചാൽ മതി, അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ലെവിഗേഷനിൽ എങ്ങനെയായിരുന്നു? ഇമ്പ്യൂരിറ്റീസ് ലൈറ്റർ അല്ലേ? ഇവിടെ അതിന്റെ ഓപ്പോസിറ്റ് ഇമ്പ്യൂരിറ്റീസ് എന്തായിരിക്കും? അവിടെ ലൈറ്റർ ആണെങ്കിൽ ഇവിടെ ഇമ്പ്യൂരിറ്റീസ് ഹെവിയർ ആയിരിക്കും. ഫ്രോത്ത് ഫ്ലോട്ടേഷനിൽ ഓർ എന്തായിരിക്കും? ലൈറ്റർ ആയിരിക്കും. അത്രയും ഓർത്താൽ മതി. ലെവിഗേഷൻ പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ആലോചിക്കാം? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ലെവിഗേഷന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഇവിടെ എന്താണ്? ഫ്രോത്ത് മീൻസ് എന്താണ്? പത. ആ പതയിൽ നമുക്ക് ആരെ കിട്ടും? നമ്മുടെ ഓർ പാർട്ടിക്കിൾസിനെ കിട്ടും. ബാക്കി ആരെ റിമൂവ് ചെയ്യാം? നമ്മുടെ ഹെവിയർ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് എവിടെ കിടക്കും? താഴെയും. പതയിൽ കൂടെ ഫ്രോത്തിൽ കൂടെ ആര് പാസ് ചെയ്ത് പോകും? നമ്മുടെ ഓർ. അപ്പൊ 2 മെത്തേഡാണ്. ഫസ്റ്റ് വൺ ഈസ് ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ്, സെക്കൻഡ് വൺ ഈസ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഈ ഫ്രോത്ത്
ഫ്രോത്ത് ഫ്ലോട്ടേഷൻ അഡോപ്റ്റ് ചെയ്യുന്ന ആർക്കെന്നറിയാമോ? നമ്മൾ അതിൽ എന്ത് പറഞ്ഞു? ഗോൾഡിന്റെ ഓറിനും ഓക്സൈഡിന്റെ ഓറിനും അല്ലേ. ഇവിടെ ആർക്കെന്നറിയാമോ? സൾഫൈഡ് ഓർ ആണെങ്കിൽ, നമ്മുടെ കയ്യിലുള്ള ഓറ് ഏതാണെങ്കിൽ സൾഫൈഡിന്റെ ഓർ ആണെങ്കിൽ നമ്മൾ ഏത് മെത്തേഡ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. കോൺസെൻട്രേഷൻ ലോർ പറഞ്ഞ രണ്ട് പ്രോസസ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തേത് ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ്, രണ്ടാമത്തേത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ. മാഗ്നറ്റിക് സെപ്പറേഷൻ ആ പേര് തന്നെ കേൾക്കുമ്പോൾ അറിയാം എന്താണ് മാഗ്നറ്റിക് സെപ്പറേഷൻ. മാഗ്നറ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഓറിന് അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഓറായിരിക്കണം അല്ലെങ്കിൽ ആരായിരിക്കണം? ഇമ്പ്യൂരിറ്റീസിന് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ കയ്യില് അയണിന്റെ പൊടിയും പിന്നെ എന്താണ് മണ്ണും കൂടെ മിക്സ് ചെയ്ത് തരെയാണ്. നിങ്ങൾ എങ്ങനെയായിരിക്കും സെപ്പറേറ്റ് ചെയ്യണേ? കുറെ ഇരുമ്പിന്റെ പൊടിയുണ്ട്, ഇരുമ്പിന്റെ പൊടിയുണ്ട്, മണ്ണുണ്ട്, രണ്ടും കൂടെ മിക്സ് ചെയ്ത് നിങ്ങളെ തരുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും സെപ്പറേറ്റ് ചെയ്യണം? മാഗ്നറ്റ് കൊണ്ടുവരും. മാഗ്നറ്റ് കൊണ്ടുവരുമ്പം ആരതിൽ അട്രാക്ട് ചെയ്യണം? അയൺ പാർട്ടിക്കിൾസ് അട്രാക്ട് ചെയ്യും. സാൻഡ് എവിടെ കിടക്കും? അവിടെ തന്നെ കിടക്കും. അങ്ങനെ നമുക്ക് അയണിനെയും സാൻഡിനെയും എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെയാണ് ഈ മാഗ്നറ്റിക് സെപ്പറേഷൻ. ഒരാള് നമ്മുടെ കയ്യിൽ ഓറും കാണും ഇമ്പ്യൂരിറ്റീസ് കാണും. ഒരാള് ഓർ ഒന്നെങ്കിൽ എന്തായിരിക്കണം? മാഗ്നറ്റിക് ആയിരിക്കണം. ഇമ്പ്യൂരിറ്റീസ് എന്താവാൻ പാടില്ല? മാഗ്നറ്റിക് ആവാൻ പാടില്ല. ഇനി സെക്കൻഡ് കേസ് എന്താണ്? ഒന്നെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് മാഗ്നറ്റിക് ആവണം, ഓർ പാർട്ടിക്കിൾ എന്താവാൻ പാടില്ല? മാഗ്നറ്റിക് ആവാൻ പാടില്ല. അതാണ് നമ്മൾ ആ ഡയലോഗിൽ എന്താണ് ഐദർ ദ ഓർ ഒന്നെങ്കിൽ ഓറ് മാഗ്നറ്റിക് ആയിരിക്കണം അല്ലെങ്കിൽ ആര് മാഗ്നറ്റിക് ആയിരിക്കണോടാ? നമ്മുടെ ഇമ്പ്യൂരിറ്റീസ്. അല്ലാതെ രണ്ടും ആയാൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പാടല്ലേ? അപ്പൊ ഒന്നെങ്കിൽ ഓറ് മാഗ്നറ്റിക് ആയാൽ ഇമ്പ്യൂരിറ്റി നോൺ മാഗ്നറ്റിക് ആയിരിക്കണം. അടുത്ത കേസ് എന്താണ്? ഓർ നോൺ മാഗ്നറ്റിക് ആയാൽ ഇമ്പ്യൂരിറ്റി എന്തായിരിക്കണം? മാഗ്നറ്റിക് ആയിരിക്കണം. ഇതിന് എക്സാമ്പിൾ നമുക്കറിയാം മാഗ്നറ്റൈറ്റ് അല്ലെ. അയണിന്റെ ഓർ അല്ലേ മാഗ്നറ്റൈറ്റ്. ഇവിടെ നമ്മൾ മാഗ്നറ്റൈറ്റ് ആണ് നമ്മുടെ ഓറെങ്കിൽ നമ്മൾ ഏത് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യണം? മാഗ്നറ്റിക് സെപ്പറേഷൻ. ഇനി രണ്ടാമത്തത് ടിന്നിന്റെ ഓറാണ് ടിൻ സ്റ്റോൺ. ടിന്നിന്റെ ഓറാണ് ടിൻ സ്റ്റോൺ. ഈ ടിൻ സ്റ്റോൺ ഈസ് എ നോൺ മാഗ്നറ്റിക് ഓറാണ്. ടിൻ സ്റ്റോൺ എങ്ങനെ മാഗ്നറ്റിക് അല്ല, നോൺ മാഗ്നറ്റിക് ഓറാണ് നമ്മുടെ ടിൻ സ്റ്റോൺ. ഇതിനുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. ഇമ്പ്യൂരിറ്റി ആണ് അയൺ ടങ്സ്റ്റേറ്റ്. എന്താണ് ഇമ്പ്യൂരിറ്റിയുടെ പേര്? അയൺ ടങ്സ്റ്റേറ്റ്. ഇവൻ എന്താണടാ? മാഗ്നറ്റിക് ആണ്. അയൺ ടങ്സ്റ്റേറ്റ് മാഗ്നറ്റിക് ആണ്. എന്നാലും നമുക്ക് ഏത് മെത്തേഡ് സെലക്ട് ചെയ്യാം? മാഗ്നറ്റിക് സെപ്പറേഷൻ. അപ്പൊ രണ്ടു പേർക്കാണ് നമ്മൾ മാഗ്നറ്റിക് സെപ്പറേഷൻ സെലക്ട് ചെയ്യുന്നത്. ഒന്ന് അയണിന്റെ ഓറായ മാഗ്നറ്റൈറ്റിന്, നെക്സ്റ്റ് ടിന്നിന്റെ ഓറായ ടിൻ സ്റ്റോണിന്. ഇതിന് ടിൻ സ്റ്റോണ് നോൺ മാഗ്നറ്റിക് ഓറും അതിനുള്ള ഇമ്പ്യൂരിറ്റി എന്താണ്? അയൺ ടങ്സ്റ്റേറ്റ് മാഗ്നറ്റിക് ഓറും ആണ്. ഇനി നമ്മുടെ നാലാമത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മെത്തേഡ് ആണ് ലീച്ചിങ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ മെത്തേഡ് ആണ് ലീച്ചിങ്. ഇത് നമുക്ക് സിമ്പിൾ ആണ്. നമ്മുടെ ഓറിന് ഒരു കെമിക്കൽ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യണം. ഓറിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കെമിക്കൽ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഇത് സൊല്യൂഷൻ എടുത്തു, ആ സൊല്യൂഷനിൽ നമ്മൾ ആഡ് ചെയ്യണം? ഓർ പാർട്ടിക്കിൾസ് വിത്ത് ഇമ്പ്യൂരിറ്റീസ് ഉള്ള ഓറിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ ആര് ഡിസോൾവ് ചെയ്യും? ഓർ ഡിസോൾവ് ചെയ്യും. പക്ഷെ ആര് ഡിസോൾവ് ചെയ്യാറില്ല? ഇമ്പ്യൂരിറ്റീസ് ഡിസോൾവ് ചെയ്യാറില്ല. ഓർ ഡിസോൾവ് ചെയ്യും, ഇമ്പ്യൂരിറ്റി എന്ത് ചെയ്യാറില്ല? ഡിസോൾവ് ചെയ്യാറില്ല. അതെന്ത് ചെയ്യോടാ? നമ്മുടെ ഇപ്പൊ ചായ ഇടുമ്പം ടീ ലീവ്സ് ഒക്കെ കിടക്കൂലേ, അതുപോലെ നമ്മുടെ ഇമ്പ്യൂരിറ്റീസ് കിടക്കും ആ സൊല്യൂഷനിൽ. നമ്മൾ ചായയിൽ ആ ടീ ലീവ്സിനെ എങ്ങനെയായിരിക്കും റിമൂവ് ചെയ്യുന്നത്? ഫിൽട്രേഷൻ അല്ലെ. അതേ മെത്തേഡ് തന്നെയാണ്. ഈ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫിൽട്രേഷൻ മെത്തേഡ് സെലക്ട് ചെയ്താൽ മതി. ഫിൽട്ടർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടുന്ന് റിമൂവ് ആയിക്കോളും, നമ്മുടെ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ആവും. പിന്നെ ആ സൊല്യൂഷനിൽ ആര് മാത്രമേ ഉള്ളൂ? നമ്മുടെ ഓറിന്റെ സൊല്യൂഷൻ ആയിരിക്കും. ആ വെറൈറ്റി മെത്തേഡ്സിൽ വഴി ആ ഓറിനെ നമുക്ക് എന്ത് ചെയ്തെടുക്കാം? സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് ഓർ ആണ് മെറ്റലർജിയുടെ ഫസ്റ്റ് സ്റ്റേജ്. അതിൽ 4 കാറ്റഗറീസ് ഓഫ് മെത്തേഡ്സ് വരും. ഫസ്റ്റ് വൺ ഈസ് ഏതാണ്? ഹൈഡ്രോളിക് വാഷിംഗ് അല്ലെങ്കിൽ ലെവിഗേഷൻ. സെക്കൻഡ് വൺ ഏതാണ്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. തേർഡ് വൺ നമ്മൾ പറഞ്ഞു ഏതാണ്? മാഗ്നറ്റിക് സെപ്പറേഷൻ. ഫോർത്ത് വൺ ഏതാണ്? ലീച്ചിങ്. ഈ ലീച്ചിങ് അഡോപ്റ്റ് ചെയ്യണ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ബോക്സൈറ്റിനായിരിക്കും നമ്മുടെ ഏത് മെത്തേഡ് സെലക്ട് ചെയ്യുന്നത്? ബോക്സൈറ്റിനായിരിക്കും ലീച്ചിങ്. ബോക്സൈറ്റ് ഓർമ്മയുണ്ട്? അലുമിനിയം ബോക്സ് ആരുടെ ഓറാണടാ? അലുമിനിയത്തിന്റെ ഓറല്ലേ. അപ്പൊ അലുമിനിയത്തിന്റെ ഓറായ ബോക്സൈറ്റ് ഉണ്ടെങ്കിൽ ഏത് മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്യും? ലീച്ചിങ് മെത്തേഡ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഗോൾഡ് ഓർ ആണെങ്കിൽ ഏത് മെത്തേഡ് ആണ്? ഫസ്റ്റ് നമ്മൾ പഠിച്ച ഏതാണ്? ഹൈഡ്രോളിക് വാഷിംഗ്. ഇൻ കേസ് സൾഫൈഡ് ഓർ ആണ്,
സൾഫൈഡ് ആണെങ്കിൽ ഏത് മെത്തേഡ് ആണ്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഇനി മാഗ്നറ്റിക് എന്ന് വേർഡ് കേട്ടാൽ അല്ലെങ്കിൽ മാഗ്നറ്റൈറ്റ് എന്ന് കേട്ടാൽ ഏതാണ്? മാഗ്നറ്റിക് സെപ്പറേഷൻ. ബോക്സൈറ്റ് എന്ന് കേട്ടാൽ ഏത് മെത്തേഡ് ആണ് സെലക്ട് ചെയ്യേണ്ടത്? ലീച്ചിങ്. അപ്പൊ 4 മെത്തേഡ്സ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത്. ഏതിൽ വരുന്ന? മെറ്റലർജിയുടെ ഫസ്റ്റ് സ്റ്റേജ് ആയ കോൺസെൻട്രേഷൻ ഓഫ് ഓറിൽ വരുന്ന 4 ഡിഫറെന്റ് മെത്തേഡ്സ് ആണ്. ഈ മെത്തേഡ് നമ്മൾ ഓരോ ഓർ അനുസരിച്ച് ഏത് മെത്തേഡ് വേണം, ഹൈഡ്രോളിക് വാഷിംഗ് വേണോ, മാഗ്നറ്റിക് സെപ്പറേഷൻ വേണോ, ലീച്ചിങ് വേണോ എന്ന് നമ്മൾ എന്ത് ചെയ്യും? സെലക്ട് ചെയ്തെടുക്കും. നമ്മൾ മെറ്റലർജിയുടെ ഫസ്റ്റ് സ്റ്റേജ് ആയ കോൺസെൻട്രേഷൻ ഓഫ് ദ ഓറിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയ ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ, ലീച്ചിങ് കൊണ്ട് ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റേജ് എന്താണ്? എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും ബൈ ബൈ.